ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറുക്കുകാളിനെ കുറിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ വീണ ചേച്ചിയുടെ ഫോട്ടോ ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നതെന്ന്. എൻ്റെ കുറുക്കുകാളിനും വീണ ചേച്ചിയും തമ്മിലൊരു ബന്ധമുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ റെസിപ്പി ചെയ്യുന്നത് വീണ ചേച്ചിയുടെ സ്വന്തം റെസിപ്പിയെ കുറുക്കുകാളിനാണ്. അപ്പോൾ ആ റെസിപ്പിയിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഓണസദ്യ ഒരുക്കാൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഓണസദ്യ ഒരുക്കാൻ വേണ്ടി വിചാരിച്ചിരുന്നത്. അപ്പോൾ കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നു. അപ്പം അവരെ ഒന്ന് ബുദ്ധിമുട്ടിക്കാതെ ഞാൻ തന്നെ ഉണ്ടാക്കി നമ്മുടെ വീട്ടിൽ തന്നെ ഓണസദ്യ ആഘോഷിക്കാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെ എല്ലാവരെയും വിളിച്ച് വന്നപ്പോൾ ഏകദേശം 30 ആൾക്കാരായി. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ലിസ്റ്റ് ഉണ്ടാക്കി എന്തൊക്കെ ഉണ്ടാക്കണം. അങ്ങനെ ലാസ്റ്റ് വന്നപ്പോൾ കുറുക്കുകാളൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എന്ത് ചെയ്യും, രാത്രി 11 മണിയായി. ഞാൻ വിചാരിച്ചെന്നാൽ അമ്മയെ വിളിക്കുന്നത്. അമ്മയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല. പിന്നെ ആകെ അങ്ങ് എന്താ പറയുക, വെപ്രാളമായി. പെട്ടെന്നാണ് വീണ ചേച്ചി ഓർമ്മ വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ ചെയ്യുക, കുറുക്കുകാളെന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കിയപ്പോൾ ഫസ്റ്റ് വന്ന് കിടക്കുന്നത് നമ്മുടെ വീണ ചേച്ചിയുടെ കുറുക്കുകാളൻ്റെ റെസിപ്പി. പിന്നെ ഒന്നും നോക്കിയില്ല, സകല ദൈവങ്ങളെയും വിളിച്ച് ആ റെസിപ്പി കാണാതെ പഠിച്ച് അതേപോലെ ഞാൻ കുറുക്കുകാളുണ്ടാക്കി. എന്താ പറയുക, അസാധ്യ ടേസ്റ്റായിരുന്നു. ഒരു ചേരുവയ്ക്ക് പോലും കുറവില്ലാതെ അത്രയ്ക്കും നല്ല ടേസ്റ്റ്. ചേച്ചി കുറച്ച് ആൾക്കാർക്കുള്ളതാണ് പറഞ്ഞത്, പക്ഷേ എനിക്ക് 30 പേർക്ക് ഉണ്ടാക്കിയപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയെന്ന പോലെ എനിക്ക് തന്നെ അത്ഭുതം വന്നു. കാരണം വെച്ചാൽ ഞാൻ എന്ത് റെസിപ്പി ആദ്യം ഉണ്ടാക്കുമ്പോൾ ഫ്ലോപ്പ് ആകാറുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയാണ് പഠിക്കാറുള്ളത്. പഠിച്ചതിന് ശേഷമാണ് ഞാൻ സാധാരണ വീഡിയോ ചെയ്യാറുള്ളത്. പക്ഷേ ഈ റെസിപ്പി എന്ന് പറഞ്ഞാൽ ചേച്ചി പറഞ്ഞെന്ന് അതേപോലെ തന്നെ ഞാൻ ചെയ്തു. പിന്നെ കുറച്ചൊക്കെ എൻ്റെ ഒരു ഇത് വെച്ച് എത്രത്തോളം കൂട്ടണമെന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചാണ് ഞാൻ ചെയ്തത്. അങ്ങനെ എന്തായാലും എൻ്റെ കുറുക്കുകാളൻ ഭയങ്കര ഹിറ്റായി. എന്താ പറയുക, ചേച്ചിയോട് വളരെയധികം താങ്ക്സ് ഉണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കിയ ആ കുറുക്കുകാളിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്കിത് കാണിക്കാൻ പോകുന്നത്. അതായത് 30 പേർക്ക് എങ്ങനെ കുറുക്കുകാളൻ ഉണ്ടാക്കാമെന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് ഡയറക്റ്റ് പോയാലോ. അപ്പം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി എപ്പോഴും അടികട്ടിയുള്ള ഒരു പാത്രമാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പം സ്വാഭാവികമായിട്ട് എനിക്ക് 30 പേർക്ക് ഉണ്ടാക്കണമെങ്കിൽ അത്രയും വലിയൊരു പാത്രം എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ കുക്കർ എടുക്കാമെന്ന്. കുക്കറാകുമ്പോൾ എൻ്റെ ഒരു 7 ലിറ്ററിൻ്റെ കുക്കറുണ്ട്. അപ്പോൾ ഒരു വലിയ പാത്രമാണല്ലോ. അപ്പം ഞാൻ കുക്കറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടിയുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. ഏത്തയ്ക്ക മെയിനായിട്ട് നമുക്ക് വേണ്ട. നേത്രക്കായ എന്ന് പറയത്തില്ലേ, ഏത്തയ്ക്ക, പച്ച ഏത്തയ്ക്ക. ഞാനൊരു വലിയ 2 ഏത്തയ്ക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചേന ഞാനൊരു ചെറിയൊരു പൂള് ചേന എടുത്തു. പിന്നെ പച്ചമുളക് 2-3 പച്ചമുളക് കീറിയിട്ടു. അപ്പോൾ ഇത്രയാണ്. ഇതെല്ലാം നമ്മളിങ്ങനെ സ്ക്വയർ ഷേപ്പിൽ ഇച്ചിരി വലിയ പീസായിട്ടുണ്ടല്ലോ, നമ്മൾ സാമ്പാറിനൊക്കെ അരിയുന്ന ആ ഒരു പരുവുണ്ടല്ലോ, അത്രയും വലുപ്പത്തിൽ വേണം നമുക്കിത് അരിഞ്ഞെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത്രയാണ് ഞാൻ നമ്മുടെ ഈ കുക്കറിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് കുരുമുളക് പൊടിയാണ്. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയാണിത്. ഇത് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാൻ 1.5 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വേണം കുരുമുളക് പൊടിയുടെ അളവും കുറയ്ക്കാൻ വേണ്ടി. അപ്പോൾ ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണമല്ലോ, അതിനാവശ്യമുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി ഈ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ നന്നായിട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കാം. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വെള്ളത്തിൻ്റെ അളവ് എത്രത്തോളം വേണമെന്ന്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കുറച്ചുകൂടെ വെള്ളം വേണ്ടി വന്നു. അതുകൊണ്ട് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു. അപ്പോൾ ടോട്ടൽ 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇന്നത്തേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെള്ളം അങ്ങ് അധികം ആവണ്ട കേട്ടോ, കാരണം നമ്മളിത് ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ട് ഇങ്ങനെ കുറുക്കിയാണല്ലോ എടുക്കുന്നത്. അപ്പോൾ വെള്ളം വെന്ത് കഴിഞ്ഞിട്ട് വെള്ളം കൂടുതലായിട്ട് കിടക്കുവാണെങ്കിൽ അത് ഊറ്റിക്കളയേണ്ടി വരും. അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് നമുക്കിത് വേവിച്ചാൽ മതിയായിരിക്കും. ഇനി നമുക്കിത് കുറച്ച് നല്ല ആദ്യം നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിനായിരിക്കണം കേട്ടോ. കറിവേപ്പില നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി വയ്ക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടയ്ക്കേണ്ട കാര്യമില്ല. കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടയ്ക്കുകയാണെങ്കിൽ 1 വിസിലിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമുക്കല്ലാണ്ട് തുറന്ന് വെച്ച് അല്ലാത്ത പാത്രം വെച്ച് അടച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. എപ്പോഴും ഇത് നമ്മൾ നല്ല വലിയൊരു അടികട്ടിയുള്ള പാത്രത്തിലാണ് സാധനം ഉണ്ടാക്കാറുള്ളത്. ഇപ്പം ഞാൻ പാത്രം അങ്ങനത്തെ ഇല്ലാത്തതുകൊണ്ടാണ് കുക്കറിൽ ഉണ്ടാക്കിയത്. പക്ഷേ കുക്കറിൻ്റെ അടുപ്പ് വെച്ചല്ല ഇത് വേവിക്കുന്നത്. ജസ്റ്റ് ഞാൻ അല്ലാത്ത രീതിയിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ടത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ നേത്രക്കായും
നമ്മുടെ ചേനയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കിയത് നന്നായിട്ട് വെന്തോ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് കയ്യിൽ നിന്ന് എടുത്തൊന്ന് ഉടച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാവും നന്നായിട്ട് വെന്തോ എന്നുള്ളത്. നമുക്ക് ഒന്നുകൂടെ നടച്ചു വെച്ചിട്ട് ബാക്കിയുള്ള വെള്ളം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമുക്കങ്ങ് ശരിക്കും വെന്ത് പോകത്തില്ല, വെള്ളം അങ്ങ് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഒന്നുകൂടെ അടച്ചു വെച്ച് നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണത്തിലെ വെള്ളം നന്നായിട്ട് വറ്റുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്ത് അരപ്പ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു മുഴുവനായിട്ടുള്ളൊരു തേങ്ങ തിരിക്കുകയാണ് എടുത്തിരിക്കുന്നത്. ഒരു തേങ്ങ ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി 1 ടീസ്പൂണ് ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടാണല്ലോ നമ്മൾ കഷ്ണം വേവിക്കുന്നത്, മഞ്ഞൾപ്പൊടി അധികം ആവശ്യമില്ല. ഇത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ നമുക്കത് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പം നമ്മുടെ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചെടുത്ത വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, ഒട്ടും തന്നെ അടിക്കും പിടിച്ചിട്ടില്ല. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കണം. തൈര് ഞാൻ ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് ഉടച്ചെടുത്തതാണ്. അപ്പോൾ തൈര് നിങ്ങൾ ചേർക്കുമ്പോൾ ഒട്ടും പുളിയില്ലാത്ത തൈരാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അധികം പുളി ആയിക്കഴിഞ്ഞാൽ കുറുക്കുകളിന് അത്ര ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ കിട്ടുന്ന തൈരാണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു നല്ല ആ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടും, അധികം പുളിയില്ലാണ്ട്. നാട്ടിലെ തൈരാകുമ്പോൾ നിങ്ങൾ കുറച്ച് ചേർത്താൽ മതിയായിരിക്കും. പുളി കൂടുതലായിട്ടുണ്ടെങ്കിൽ അധികം പുളി വരാത്ത സമയത്ത് വേണം നമ്മൾ ഈ തൈര് ചേർക്കാൻ വേണ്ടി. അപ്പോൾ അധികം പുളിയുള്ള തൈരാണെങ്കിൽ അധികം ചേർക്കേണ്ട കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നിങ്ങളുടെ തീ എപ്പോഴും സിമ്മിലാകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഒട്ടും തന്നെ തീ വയ്ക്കേണ്ട, ഏറ്റവും ലാസ്റ്റിൽ കൊണ്ട് വെച്ചാൽ മതിയായിരിക്കും. അതുപോലെ തന്നെ മോരും തൈരൊക്കെ ഒഴിച്ചു കഴിഞ്ഞിട്ട് തിളപ്പിക്കരുതെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ കുറുക്കുകളിനകത്ത് നമ്മൾ സാധാരണ തിളപ്പിച്ച് നന്നായിട്ട് കുറുക്കിയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ കഷ്ണം വേവിക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടിരുന്നു. എന്നിരുന്നാലും ഇപ്പം നമ്മൾ തൈര് ഒഴിച്ചതിന് ശേഷം ഉപ്പ് കുറവായിരിക്കും. അപ്പോൾ ഉപ്പൊന്ന് നോക്കിയതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് തിള വരുന്നുണ്ട്. കഴിവതും നിങ്ങൾ കൈ എടുക്കാതെ തന്നെ അതിനകത്ത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അതിലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അടച്ചു വെക്കരുത്, തുറന്ന് വെച്ച രീതി വേണം ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടി, അത് കുറുക്കിയെടുക്കാൻ വേണ്ടി. ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ നിന്ന് തൈര് കുറുകി വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ചു വെച്ചിരുന്ന ആ അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതേപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് പേസ്റ്റായിട്ടാണ് ഞാനിവിടെ അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ തേങ്ങ ചേർക്കുമ്പോൾ തന്നെ നമ്മുടെ കറി നന്നായിട്ട് കുറുകി വരും. അപ്പോൾ നമുക്കതുപോലെ തന്നെ പഴയതുപോലെ തന്നെ കൈയെടുക്കാണ്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ കറി ഏകദേശം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിതുപോലെ തന്നെ നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി ഇത്തിരി ഒന്ന് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. അപ്പം ശരിക്കും നമ്മൾ ഏലക്കകത്തൊക്കെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഒഴുകിപ്പോകരുത്, ജസ്റ്റ് നമ്മൾ ഒഴുകാതെ ഇച്ചിരി കുറുകിയിരിക്കുന്നതാണ് ഈ കുറുക്ക് കാളെന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ കാളനുണ്ടാക്കുമ്പോൾ നമ്മൾ വെള്ളം ഇച്ചിരി മോരുകറി ഒക്കെ ഉണ്ടാകുന്ന ആ ഒരു ഉണ്ടല്ലോ, അതേപോലെയാണ് നമ്മൾ സാധാരണ കാളനുണ്ടാക്കുന്നത്. പക്ഷെ കുറുക്കുകാളനാകുമ്പോൾ നമ്മൾ ഇലയിൽ ഒഴിക്കുമ്പോൾ അത് ഇങ്ങനെ ഒഴുകിപ്പോകരുത്, അതുപോലെ കുറുകിയിരിക്കണം. ഇനി നമുക്ക് ഒരു പിഞ്ച്, അതായത് ഒരു നുള്ളില്ലേ, ഇങ്ങനെ ഒരു നുള്ള് ഉലുവാപ്പൊടിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടി ഏറ്റവും ലാസ്റ്റിലാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ ആ ഉലുവാപ്പൊടി ഇടുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണം, നല്ലൊരു മണമായിരിക്കും നമ്മുടെ ഈ കുറുക്കുകളുണ്ടാകുന്നത്. അപ്പോൾ ഇനി അതുപോലെ തന്നെ തീ ഇപ്പോഴും സിമ്മിലാണ് കേട്ടോ, നമ്മൾ ഓഫ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ചേർക്കാനുള്ളത് നെയ്യാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട, പക്ഷേ എപ്പോഴും 1 ടീസ്പൂണെങ്കിലും നെയ്യ് നമുക്കിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നാലേ ആ ഒരു കുറുക്കുകളിന് നല്ലൊരു എന്താ പറയുക, നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും ഉണ്ടാകത്തുള്ളൂ. അതെല്ലാം നിങ്ങൾക്ക് ഈ കുറുക്കുകളിന് ഉണ്ടാക്കുന്ന സമയത്ത് ടേസ്റ്റ് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എല്ലാവരും നെയ്യ് ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. നിങ്ങൾ പേടിക്കേണ്ട, ഇപ്പോൾ വെള്ളമായിട്ട് കിടക്കുന്നു വിചാരിച്ചിട്ട് ഒട്ടും തന്നെ വെള്ളമാകത്തില്ല, ഇത് ഇരുന്ന് കുറുകുകയും ചെയ്യും.
ഞാനപ്പോൾ കടുക് വറുക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. സാധാരണ നമ്മൾ കടുകും വറ്റൽമുളകും കുറച്ച് ഉലുവയും പിന്നെ കറിവേപ്പില ഇട്ടുള്ള കടുകാണ് ഞാൻ ഇവിടെ വറുത്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് വറുത്തതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഇരുന്നതിന് ശേഷം ഇത് കുറുകി വരുന്നുണ്ട്, കണ്ടോ, നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഞാനിത് രാത്രിയിലാണ് തയ്യാറാക്കി വെച്ചത്. അപ്പം നമ്മൾ രാത്രി തയ്യാറാക്കി വെച്ചാലും പിറ്റേ ദിവസം നമുക്ക് രാവിലെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് കുറുകി അത് നന്നായിട്ട് കിട്ടി വെച്ച് നമ്മൾ ഫ്രിഡ്ജിലൊന്നും എടുത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് രാത്രിയിൽ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ അടച്ചങ്ങ് മാറ്റി വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ സദ്യ വിളമ്പുന്നതിന് മുമ്പായിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് നല്ല കുറുകി തന്നെ നമ്മുടെ ഈ കുറുക്കുകാളൻ കിട്ടുകയും ചെയ്യും. കണ്ടില്ല, ഇത്ര എളുപ്പമായിട്ടാണ് നമ്മൾ കുറുക്കുകാളൻ ഉണ്ടാക്കിയൊക്കെ നോക്കി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ ഈ കുറുക്കുകാളൻ. ഞങ്ങളുടെയൊക്കെ സൈഡിലോട്ട് ഈ കുറുക്കുകാളൻ സാധാരണ ഇല്ല. ഞങ്ങൾ ഈ തെക്ക് ഭാഗത്തോട്ടൊന്നും അത്ര കുറുക്കുകാളൻ ഉണ്ടാവില്ല. കാളനുണ്ട് ഞങ്ങൾക്ക്, പക്ഷേ കുറുക്കുകാളൻ അങ്ങനെ സദ്യക്ക് ഞാൻ കണ്ടിട്ടില്ല. വീട്ടിലങ്ങനെ ഉണ്ടാക്കാറില്ല. പിന്നെ അമ്മയ്ക്ക് അറിയാം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ അങ്ങനെ 1-2 തവണ ഞാൻ കഴിച്ചിട്ടുള്ളായിരുന്നു. എന്തായാലും അങ്ങനെ വീണ ചേച്ചിയുടെ സഹായത്തോടെ ഞാനിവിടെ 30 പേർക്കുള്ള കുറുക്കുകാളൻ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറുക്കുകാളൻ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഒട്ടും തന്നെ അമാന്തിക്കേണ്ട നല്ല കിടിലൻ ടേസ്റ്റ് ആയിട്ടുള്ള കുറുക്കുകാളനാണിത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. 30 പേർക്കല്ല കേട്ടോ, നിങ്ങളുടെ ആവശ്യം എത്ര പേർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ സദ്യക്കൊക്കെ ആണെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പിയിലായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീണ ചേച്ചിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, വീണ ചേച്ചി. അപ്പോൾ ശരി, അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് നമുക്ക് കാണാം. ബൈ ബൈ.